ഒരു ദിവസം ജാഫർക്കയുടെ ഒരു ഇൻസിഡന്റ് പറയാണ്. നമ്മളൊരു ഒരു റിസോർട്ടിലാണ് താമസം. റിസോർട്ട് എന്ന് പറഞ്ഞാൽ കുന്നിന്റെ മേളിലാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ മേളിലാണ്. അപ്പൊ ജാഫർക്ക് കണ്ടു പറഞ്ഞ്, ഏടാ കൊച്ചേ, ഇനി ഞാൻ എന്റെ റൂമിലോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് അവിടെ ഇരിക്കാം, പാട്ടുമൊക്കെ പാടാം എന്ന് പറഞ്ഞിട്ട് ജാഫർക്കയുടെ ഒരു സ്പീക്കറുണ്ട്, ചെറിയ സ്പീക്കർ, മൈക്ക് എല്ലാം ആയിട്ട് ജാഫറുടെ കൂടെ ഉള്ള സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനും ഒക്കെ നേരെ മേളി വന്ന്, ഭയങ്കര ഹൈറ്റില്ല. ജാഫർക്കയുടെ റിസപ്ഷന്റെ താഴെയാണ് ജാഫർക്കയുടെ കോട്ടേജ്. എന്റെ നേരെ മേളില്ല. ഇങ്ങനെ ഒരുപാട് ജീപ്പിലൊക്കെ കയറി പോകണം. ജാഫർക്ക് ഞങ്ങളിങ്ങനെ പാട്ടെല്ലാം പാടിക്കൊണ്ടിരുന്നപ്പോ 2 മാനേജർമാര് വെട്ടി വീർത്ത് വന്നേക്കാര്. ബാച്ചറിന് അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറേ, ജാഫർ സാർ എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞോത്തുണ്ട്. ഓ, രക്ഷപ്പെട്ടു. ഞാൻ ജാഫർക്കയുടെ കോട്ടേജിന്റെ തൊട്ട് ഫ്രണ്ടിൽ ആനയാണ്. ആന നിക്കുക. അതിനകത്ത് ഇങ്ങനെ ആന ഇങ്ങനെ തുമ്പിക്ക് ജാഫർക്ക് കിടക്കുന്ന ആ കട്ടിലിനകത്തോട്ട് ഇങ്ങനെ ഇട്ടോണ്ട് ആന നിൽക്കുന്നത്. ജാഫർക്ക് അങ്ങനെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഭാഗ്യത്തിന് കയറി വന്ന, അല്ലെങ്കിൽ ആന അന്ന് തീർന്ന ആനയുടെ വേടി. ജാഫർക്ക് ഇങ്ങനെ നിക്കുക. ഞാൻ ചെന്നാ പറ്റിക്കാം. ഇന്നലെ അവളെ ഉണ്ടായിരുന്നു ഇത്താ. ഇന്നലെ എങ്ങനെ ആന വന്ന് അവളെ എങ്ങനെ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ എന്നാ. ഞങ്ങൾ തലേദിവസം എന്റെ ഫാമിലി ആയിട്ട് എന്റെ മോനും എന്റെ വൈഫും അവിടെ നോയമ്പായോണ്ട് എന്നെ കാണാൻ വന്നതാണ്. അപ്പോ ഇത് കിടന്ന ഇത് തള്ളയും മകനും പോയി. പിറ്റേ ദിവസം പിന്നെ ഈ കൊച്ചൻ മുകളിലാണ് ചെറുകൂടെ. അപ്പൊ അവിടുന്ന് ചുമ്മാ നടന്നു കയറി ഞങ്ങൾ ചെന്ന് താഴെ മുറ്റത്താണ് ജനലെ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അവര് ആർട്ടിസ്റ്റ് സംഘമൊക്കെ ഒന്ന് വെടി വെച്ച് വായിച്ച് അങ്ങനെ ആനയായിരുന്നു മൊത്തം. വലിയ സമയം പടക്കം പൊട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ജാഫർക്ക് പടക്കം പൊട്ടുന്നത് ഇവിടുത്തെ വല്ല ഉത്സവമായിരിക്കും ആദ്യം പറഞ്ഞു. അപ്പൊ ഞങ്ങള് അവിടെ പൊട്ടുന്നു, അവിടെ പൊട്ടുന്നു. ഞങ്ങൾ ജാഫർക്ക് ഇത് കൊള്ളാനും ഉത്സവത്തിന് മുമ്പെന്തോ ഉണ്ടായിരുന്നു. ഇത് ഇവര് പൊട്ടിക്കാൻ വേണ്ടിട്ട് ആ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്ന. പക്ഷെ അവിടെ പൊട്ടിക്കുന്ന അവിടെ വലിയ ടോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോ ഷൈനും അനിയനും നേരെ ഇവിടെ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇങ്ങോട്ട് വല്ലതും വരും കേട്ടോ എന്ന് പറഞ്ഞ് നോക്കി. ഞാൻ പറഞ്ഞില്ല, പേടിക്കണ്ട, ഇതുവഴി എന്തായാലും വരത്തില്ലെന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാ പറയാം.